തെരുവിൽ കച്ചവടം ചെയ്യാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് മുക്കത്തെ വ്യാപാരികൾ നഗരസഭയിൽ അപേക്ഷ നൽകി. മുക്കം ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവോര കച്ചവടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് മുക്കം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആഭിമുഖ്യത്തിൽ നഗരസഭയിൽ അപേക്ഷ നൽകിയത്. മുക്കം ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവോര കച്ചവടങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തെരുവിൽ കച്ചവടം ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയത്. വലിയ വാടകയും വൈദ്യുതി ബില്ലും ടാക്സുമെല്ലാം നൽകി നിയമപരമായി കച്ചവടം ചെയ്യുന്ന കച്ചവട സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ദിവസവും തെരുവോര കച്ചവടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇത് നിയമപരമായി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതായും കച്ചവട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണെന്നും ഇത്തരമൊരു സാഹചര്യത്തിലാണ് തെരുവ് കച്ചവടക്കാരെ നിയന്ത്രിക്കണമെന്നും അല്ലാത്തപക്ഷം വ്യാപാരികൾക്ക് തെരുവിൽ കച്ചവടം ചെയ്യാൻ അനുവാദം നൽകണമെന്നും ആവശ്യപ്പെട്ട് സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയതെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഇന്ന് നമുക്കറിയാലോ, മുക്കത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെരുവോര കച്ചവടങ്ങൾക്ക് യാതൊരുവിധ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നില്ല എന്ന് പ്രതിഷേധിച്ചുകൊണ്ട് മുക്കത്തെ വ്യാപാരികൾ ഇന്ന് തെരുവോര കച്ചവടത്തിന് അനുമതി തേടിക്കൊണ്ട് അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ഹൈവേയുടെ പരിസരത്ത് നമുക്കറിയാം, തെരുവോര കച്ചവടങ്ങൾ, അതുപോലെ തന്നെ പുറത്തുനിന്ന് വാഹനങ്ങൾ വന്നിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ ദിനം തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഷവർമ്മ പോലും വണ്ടിയിൽ വന്നിട്ട് മുക്കത്ത് കച്ചവടം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ അതിശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് മുക്കത്തുള്ള മുഴുവൻ വ്യാപാരികളും ഈ തെരുവോര കച്ചവടത്തിന്റെ അനുമതി തേടിക്കൊണ്ട്, അതുപോലെ തന്നെ ഉന്തുവണ്ടിയുടെയും അനുമതി തേടിക്കൊണ്ടാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ സെക്രട്ടറിക്ക് രേഖാമൂലം അപേക്ഷിച്ചിട്ടുള്ളത്. ടൗണിൽ അനധികൃത കച്ചവടങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ടെന്നും അത്തരം കച്ചവടക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് അടുത്ത ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത പ്രദീപ് പറഞ്ഞു. മുക്കത്ത് അനധികൃത തെരുവ് കച്ചവടം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. തെരുവ് കച്ചവടക്കാർക്ക് നിലവിലുള്ള രജിസ്ട്രേഷൻ പുതുക്കി കൊടുക്കുന്നത് സംബന്ധിച്ച് തെരുവ് കച്ചവടക്കാരുടെ നിരവധി അപേക്ഷകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് അർഹരായ ആളുകളെ സർവേ ചെയ്ത് ലിസ്റ്റ് ചെയ്ത് നഗരസഭ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് വെൻഡിങ് കമ്മിറ്റി അംഗീകരിച്ച് കൗൺസിൽ അംഗീകരിച്ച് പോകുന്നതോടുകൂടി അതിൽ അർഹരായ ആളുകൾക്കുള്ള രജിസ്ട്രേഷൻ നഗരസഭ അടുത്ത കൗൺസിലിനോടുകൂടി തന്നെ നൽകുന്നതായിരിക്കും. അതോടുകൂടി തന്നെ ഇപ്പം ഈ അല്ലാത്ത ആളുകൾ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതുപോലെ തെരുവ് കച്ചവടം നടത്തുന്നത് വ്യാപാരികളെ സംബന്ധിച്ച് വലിയ വിഷയമുണ്ട്. എന്നാൽ തെരുവ് കച്ചവടക്കാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. ഉള്ളതുകൊണ്ട് തന്നെ അത് അർഹരായിട്ടുള്ള ആളുകൾക്ക് രജിസ്ട്രേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ അവർക്ക് ഐഡന്റിറ്റി കാർഡ് കൊടുക്കുന്നതോടുകൂടി അല്ലാത്ത ആളുകൾ വന്ന് കച്ചവടം ചെയ്യുന്നത് കർശനമായി നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നഗരസഭ കർശനമായുള്ള തീരുമാനം തന്നെ എടുക്കും. അടുത്ത കൗൺസിലോടുകൂടി അതൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയിക്കാനുള്ളത്. വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റ് ക്യാമ്പ് സംഘടിപ്പിച്ച് കൃത്യസമയത്ത് അപേക്ഷ നൽകിയ വ്യാപാരികൾക്ക് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ലൈറ്റ് ഫീ ഈടാക്കാനുള്ള നടപടി പിൻവലിക്കണമെന്നും ഏകോപന സമിതി നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മുക്കം.